മഹാനും ഭയങ്കരനുമായി അത്ഭുതങ്ങളുടെ ദൈവമായ ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. പുതുതായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതവും നേരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അവിടെയും സൂക്ഷിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. 2 നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത്. 2 നാളുകൾ ആയി എങ്കിലും നമ്മുടെ വിഷയങ്ങൾ മറന്നിട്ടില്ലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ഏറെ സമയം ചിലവഴിച്ചതുകൊണ്ട് മറ്റധ്യായങ്ങളിൽ കുറച്ച് സമയം നമുക്ക് ലാഭിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഒരേ വിഷയത്തിൻ്റെ ആവർത്തനം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിൻ്റെ നിസ്തുലത, ദ എക്സലൻസി, സുപ്പീരിയോറിറ്റി, യുണീക്നെസ് ഓഫ് ജീസസ്. 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ സംബന്ധിക്കുന്ന 20-ൽ പരം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 13 കാര്യങ്ങളും 4 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 18ഓളം വിഷയങ്ങളും ക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എല്ലാറ്റിൻ്റെയും വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു. 1-ാമത്തെ അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. എന്നാൽ 4 തൊട്ട് 13 വരെ, 14 വരെ എന്നും പറയാം, പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണെന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വരെ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്നാണ് വിവരിക്കുന്നത്. അതിൽ 1-ാം അധ്യായം 4 തൊട്ട് 14 വരെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നതെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ വിശേഷിച്ച് അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ താഴ്മയിലും താൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു എന്നാണ്. നമ്മൾ പഠിച്ച കാര്യമാണെങ്കിലും ഒന്നും കൂടെ വരാൻ വേണ്ടി ഈ കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠതയാൽ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുമ്പോൾ, നാം കാണുന്നത് 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൻ്റെ താഴ്മയിലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു എന്നുള്ളതാണ്. സ്തോത്രം. അവിടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. സ്തോത്രം. വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത 2-ാം അധ്യായത്തിൽ. അവിടേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. നാം ഇപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്തോത്രം. അതിൽ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാലും അതിനെല്ലാം ഏറ്റവും കാതലായിരിക്കുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തന്നെയാണ്. സ്തോത്രം. പുത്രൻ. 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും
ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ മാത്രം അവർ അറിയുകയും ചെയ്തു. പലരും അറിഞ്ഞത് പലതും കണ്ടിട്ടില്ല. പ്രവാചകന്മാർ പലതും അറിഞ്ഞു, എന്നാലും അവര് കണ്ടിട്ടില്ല. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ആ വാക്യം വായിച്ചിട്ടുണ്ട്. 1-ാമത്തെ അധ്യായം 10 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എടുത്തെങ്കിൽ ഒന്നും കൂടെ വായിച്ചോളൂ. 1-ാം ലേഖനം 1-ാം അധ്യായം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്തോത്രം. അപ്പോൾ എബ്രായർ 1-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്ന കാര്യവും കൂടെ നമ്മളിവിടെ ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അവര് അറിഞ്ഞതെന്തു മാത്രമേ ഉള്ളൂ? ക്രിസ്തുവിൻ്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് മാത്രമേ ഉള്ളൂ. ആ പ്രയോഗം കണ്ടോ? പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാവരും ശുശ്രൂഷ ചെയ്തത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഉദ്ദീപിപ്പിക്കപ്പെട്ടും ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടുമായിരുന്നു. The Old Testament prophets ministered in the Spirit of Christ. In the Spirit of Christ. As the Spirit of Christ moved them, compelled them, insisted them, the Spirit of Christ revealed to them. So they all were with the Spirit of Christ. But Christ was the master, rather he was the Son himself. പുത്രൻ, യേശുക്രിസ്തു പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ ആ പുത്രന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരും ഉപദേശിക്കപ്പെട്ടവരുമായി മാത്രം പഴയ നിയമ പ്രവാചകന്മാരായിരുന്നു. ആ ആത്മാവ് അവർക്ക് പ്രകാശിപ്പിച്ചത്, വെളിപ്പെടുത്തിയത് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അവർ പ്രവചിച്ചത് കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്കത് കാണാൻ പോലും കഴിഞ്ഞില്ല. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ട്, നമ്മൾക്കായിട്ടാണ് അവർ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആത്മാവിനെ കൊടുത്ത ദൈവപുത്രൻ എന്ന നിലയിൽ അതിശ്രേഷ്ഠനായ ക്രിസ്തുവിനെയാണ് 1, 2, 3 വാക്യങ്ങളിൽ എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. രണ്ടാമത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 4 തൊട്ടുള്ള വാക്യങ്ങളിലാണ്. ദൈവദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കും മറ്റൊന്നല്ല പ്രാധാന്യമായ ഘടകം യേശുവിൻ്റെ ദൈവത്വം തന്നെയാണ്. പ്രത്യേകിച്ച് പിതാവായ ദൈവം പുത്രനെക്കുറിച്ചും പുത്രനോടും പറയുന്നു, നീ എൻ്റെ പുത്രനെന്നും അതിലുപരി നീ ദൈവമെന്നും. സ്തോത്രം. പുത്രനെക്കുറിച്ചും പുത്രനോടും പിതാവ് പറയുന്നു, നീ എനിക്ക് പുത്രനാണ്,
ഞാൻ നിനക്ക് പിതാവാണ്. അതിലും ഉപരിയാണ് പിതാവ് പുത്രനെ ദൈവം എന്ന് സംബോധന ചെയ്യുന്നത്. ദൈവം എന്ന് സംബോധന ചെയ്യുന്നത്. സ്തോത്രം. അതാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം, നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നും കൂടെ നമുക്കതിൻ്റെ 8 മുതൽക്കുള്ള വാക്യങ്ങൾ 8 തൊട്ട് 10 വരെ വായിക്കാമല്ലോ. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. സ്തോത്രം. നാം ഈ വാക്യങ്ങളിൽ ഒത്തിരി ദിവസങ്ങൾ നിന്നതുകൊണ്ട് ഇനിയും ഞാനങ്ങ് ഓടിപ്പോകുന്നു. പുത്രനോട് പിതാവ് പറയുന്ന, പുത്രനെ പിതാവ് സംബോധന ചെയ്യുന്ന മഹത്തരമായ സംബോധനയാണ് നാം കാണുന്നത്. ദൈവമേ. സ്തോത്രം. യേശുവിൻ്റെ ദൈവത്വം, നിന്റെ സിംഹാസനം, അത് യേശുവിൻ്റെ രാജത്വം, എന്നും എന്നേക്കുമുള്ളത്, അത് ക്രിസ്തുവിൻ്റെ നിത്യത്വം. പിന്നെ നിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ അല്ലെങ്കിൽ നീതിയുള്ള ചെങ്കോൽ, അത് യേശു ക്രിസ്തുവിൻ്റെ നീതി. ഈ ലോകത്തിലും ധാരാളം പേർ ചെങ്കോലുള്ളവരുണ്ട്. സ്കെപ്ചർ, ചെങ്കോൽ, ഇറ്റ്സ് ജസ്റ്റ് എ റോഡ്, ഒരു വടി അല്ലെങ്കിൽ കോൽ എന്ന് മാത്രമാണ് അതിൻ്റെ അക്ഷരീകമായ അർത്ഥം. എന്നാൽ ഇവിടെ രാജാവ് അത് പിടിക്കുമ്പോൾ അത് ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായിട്ട് നിൽക്കുന്നു. സ്കെപ്ചർ ഈസ് സിംപ്ലി എ റോഡ്, എ സ്റ്റാഫ്. When it comes to a king, the scepter shows the authority, the power. It's very much related to the kings. Especially we know in the case of Esther. ആ ചെങ്കോലിൻ്റെ അർത്ഥം നമുക്ക് എസ്തേറിൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ കുറച്ചുകൂടെ അറിയാം. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ ചെങ്കോൽ എന്നുള്ളതും യേശുവിൻ്റെ രാജത്വത്തിന് തെളിവാണ്. സ്തോത്രം. The scepter in the hands of Christ also is a proof of his royalty. He is king. യേശു രാജാവായിരിക്കുന്നു എന്നതിന്, യേശുവിൻ്റെ രാജത്വത്തിന് അടയാളമാണ്. സ്തോത്രം. രാജത്വത്തിന് അടയാളമാണ്. യേശു വെറും അധികാരമുള്ളവനല്ല. ആ അധികാരത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു അഡ്ജക്റ്റീവായി, ഒരു വിശേഷണമായിട്ട് അവിടെ എടുത്തു പറയുന്നത്. അത് ഇറ്റ് ഈസ് റൈച്ചസ് സ്കെപ്ചർ. ഇത് നേരുള്ള ചെങ്കോലാണ്, നീതിയുള്ള ചെങ്കോലാണ്. ഈ ഭൂമിയിൽ നീതി ലഭിക്കാത്ത വിശുദ്ധന്മാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു ചിന്തയാണിത്. സ്തോത്രം. ഏറെ ആശ്വാസകരമായ ചിന്ത. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ സ്ഥലത്ത് നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന
1 മാസത്തിലധികം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന പാസ്റ്റർ ബിജു തോമസിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയിൽവാസ അനുഭവങ്ങളൊക്കെ ഞാൻ ഒന്ന് ചോദിച്ചറിഞ്ഞു. അപ്പോൾ പറയുകയായിരുന്നു, ആദ്യത്തെ ഒരു വിധി, 1 വർഷത്തെ ജയിൽ വിധിയുണ്ട്. അതിപ്പോൾ ആ കേസാണ് ഹൈക്കോർട്ടിൽ കിടക്കുന്നത്. അതിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാതെ, ഒരു മതപരിവർത്തനവും നടത്താതെ, ഇവരാരോപിക്കുന്ന യാതൊരു തെറ്റുകൾക്കും ഒരു തെളിവുമില്ലാതെയാണ് പിടിച്ച് ജയിലിലിട്ടതും കേസ് ഒന്നിനു പുറകെ ഒന്നായി ഇവരുടെ മേൽ ആരോപിച്ചതുമൊക്കെ. അപ്പം പറഞ്ഞു, മാനസികമായിട്ട് വളരെയധികം പീഡ അനുഭവിച്ചു. കോടതിയിൽ ചെല്ലുമ്പോൾ പോലും സത്യത്തിനൊരു വിലയില്ലാത്ത നിലയിൽ വ്യാജവാദങ്ങൾ കൊണ്ട് സത്യത്തെ ഒതുക്കുന്ന അവസ്ഥയിൽ. ഈ ഭൂമിയിൽ ദൈവഭക്തന്മാർക്ക് നീതി ലഭിക്കില്ല. രാജാക്കന്മാരാകട്ടെ, സർക്കാരുകളാകട്ടെ, കോടതികളാകട്ടെ, ചിലപ്പോൾ എല്ലാ സത്യങ്ങൾക്കും കോടതിയിൽ തെളിവ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് മതപരിവർത്തനം നടത്തി. നമ്മൾ നടത്തിയിട്ടില്ലെന്നുള്ളതിന് തെളിവെന്താ? ചെയ്തു എന്നുള്ളതിന് വേണമെങ്കിൽ തെളിവ് ഒപ്പിക്കാം. ചെയ്തിട്ടില്ലെന്നുള്ളതിന് എന്താ തെളിവ്? കോടതിയിൽ തെളിവാണ് മുഖ്യം, മറ്റു കാര്യങ്ങളൊന്നുമല്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിഷയത്തിൽ തന്നെ നോക്കുക. സ്തോത്രം. ഇവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് ഒന്നിലധികം പ്രാവശ്യം വിധിപ്രസ്താവം നടത്തിയ അതേ ന്യായാധിപൻ ഒന്ന് യേശുവിനെ അടിക്കുവാൻ ഏൽപ്പിച്ചു. അടി കഴിഞ്ഞപ്പോൾ ക്രൂശിക്കാനും ഏൽപ്പിച്ചു. എന്ത് നീതി! അതുകൊണ്ടാണ് പത്രോസ് ലീഹ പറയുന്നത്, 1 പത്രോസ് 2:23, 22, 23 വാക്യങ്ങളിൽ, ഭീഷണമൊക്കെ സഹിച്ചു, പകരമൊന്നും ശകാരിച്ചില്ല, എന്നിട്ട് ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. സ്തോത്രം. ന്യായമായി വിധിക്കുന്നവങ്കിലേക്ക് കാര്യമങ്ങ് കൈമാറി ഭരമേൽപ്പിച്ചു. ഈ ലോകത്തിൽ ഒരിക്കലും നമുക്ക് നീതി ലഭിച്ചുവെന്ന് വരില്ല. അത് സഭയ്ക്കകത്തായാലും ചിലപ്പോൾ കുടുംബത്തിനകത്തായാലും നമ്മുടെ സത്യസന്ധത തെളിയിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. സത്യമേവ ജയതേ എന്നൊക്കെ നമുക്ക് മുദ്രാവാക്യം വിളിക്കാം. അതെല്ലാം ഈ നമ്മുടെ ആയുഷ്കാലത്തിൽ നടക്കണമെന്നില്ല. സത്യത്തെ കുഴിച്ചു മൂടിയാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ പ്രായോഗിക തലത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഞാൻ ചില പ്രത്യേക സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യം, മോനെ, ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെട്ട് സത്യവും നീതിയും വെളിപ്പെടുത്തുന്നതുവരെ
നിനക്ക് കാത്തിരിക്കുവാനുള്ള എൻഡ്യൂറൻസ്, സഹിഷ്ണുത വേണം. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ മാത്രമേ ഉള്ളായിരിക്കും. നമ്മുടെ ആയുഷ്കാലത്തിൽ അത് സംഭവിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, അഥവാ ന്യായവിധി നാളിൽ നീതി വെളിപ്പെടുന്നതുവരെ കാത്തിരിക്കാനുള്ള സഹിഷ്ണുത ദൈവമക്കൾക്ക് വേണം. സ്തോത്രം. നീതിയുള്ള ദൈവത്തിൻ്റെ വിധി വെളിപ്പെടുന്ന നാളുവരെ കാത്തിരിക്കുവാനുള്ള സഹിഷ്ണുത, അതിനു മുമ്പ് വെപ്രാളപ്പെടാതിരിപ്പാൻ, ധൃതി കാണിക്കാതിരിപ്പാൻ, ഇസ്ഹാക്കിന് പകരം ഇശ്മായേലുമാർ ജനിക്കാതിരിപ്പാൻ ഉള്ള സഹിഷ്ണുത നമുക്ക് വേണം. We need patience. We need endurance. Until that day when the divine righteous judgments will be revealed. That may happen only at the very throne of Christ, the judgment seat of Christ. സ്തോത്രം. അതുവരെ കാത്തിരിക്കുന്നതിനുള്ള സഹിഷ്ണുത നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നമുക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. സ്തോത്രം. ഇവിടുത്തെ എവിടെയും, ഏത് സർക്കാരിൻ്റെ മുമ്പിലും, ഏത് കോടതിയിലും നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടാലും, നമ്മുടെ സ്വന്തം മാതാപിതാക്കളോ ജീവിത പങ്കാളികളോ പോലും സത്യം വിശ്വസിക്കാതിരുന്നാലും, ലോകം മുഴുവനും നമുക്കെതിരായുള്ള വ്യാജ പ്രചരണം വിശ്വസിച്ചാലും ഭയപ്പെടേണ്ട. നമുക്കേറെ സന്തോഷമുള്ളത്, നമുക്ക് ഒരു രാജാവുണ്ട്. ആ രാജാവ് ന്യായാധിപനും കൂടെയാണ്. ആ ന്യായാധിപന്റെ ചെങ്കോൽ എന്ന് വെച്ചാൽ അവന്റെ അധികാരം, അവന്റെ ശക്തി അനീതി നടത്താൻ വേണ്ടിയല്ല, സ്വജനപക്ഷപാതത്തിന് വേണ്ടിയല്ല. അവന്റെ പക്കലുള്ള രാജാധികാരം നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. യെശയ്യാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു രാജാവ് നീതിയോടെ വാഴും. സ്തോത്രം. ഒരു രാജാവ് നീതിയോടെ വാഴും. അതെ, സ്തോത്രം. ഇന്ന് നാം അന്യായവും അസത്യവും വ്യാജവും ഒക്കെ സഹിച്ചാലും നമുക്ക് മുൻപോട്ട് എത്തി നോക്കിക്കാണാം. നമ്മുടെ കർത്താവ് നീതിയുള്ള രാജാവായും ന്യായാധിപനായും ഭരിക്കുവാൻ പോകുന്നത്. സ്തോത്രം. അന്ന് നമുക്ക് ന്യായമായുള്ളത് കിട്ടും കേട്ടോ. സ്തോത്രം. ന്യായമായുള്ളത് കിട്ടും. സ്തോത്രം. നമ്മുടെ നീതിയെ മറിച്ച് കളയാൻ ആർക്കും കഴിയില്ല. ഒക്കെ നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. ഓർമ്മ പുസ്തകത്തിലുണ്ട്. ഇവിടുത്തെ വീഡിയോ പോലും ഒരുപക്ഷെ കള്ളം പറയും. ഇവിടുത്തെ വീഡിയോ പോലും കള്ളം പറഞ്ഞേക്കാം. അതുപോലും ദുർവ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എന്നാൽ അങ്ങനെ സാത്താന് പോലും ഒരു പരാതി ഉന്നയിപ്പാൻ കഴിയാത്തതുപോലെ
നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അവിടുത്തെ രാജാവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് എന്നത് നമുക്കേറെ ആഹ്ലാദം പകരുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ ആകുന്നു. സ്തോത്രം. നമ്മളെ പഠിച്ച ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഞാനിന്ന് വായിച്ച ഒരു ഭാഗത്തു നിന്നും കണ്ട ഒരു കാര്യമാണ്, ബൈബിളിൽ കുറഞ്ഞത് 9 ഇടത്തെങ്കിലും യേശുക്രിസ്തുവിനെ നിശ്ചയമായും ദൈവമെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. അതിൽ ചില നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. At least there are 9 Bible texts where Jesus is presented God. ഐശയ 9:6, യെശയ്യാവ് 9:6, ജോൺ 1:1, യോഹന്നാൻ 1:1, 1:18, 1:1, 1:18, യോഹന്നാൻ 20:28, John 20:28, റോമൻസ് 9:5, 9:5, റോമർ 9:5, ടൈറ്റസ് 2:13, തീത്തോസ് 2:13, തീത്തോസ് 2:13, ടൈറ്റസ് 2:13, ഹീബ്രൂസ് 1:8, എബ്രായർ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1:8, 2 പത്രോസ് 1:1, 2 പത്രോസ് 1:1, 1 യോഹന്നാൻ 5:20, 1 John 5:20, and even we can say Acts 20:28, അപ്പോസ്തല പ്രവർത്തികൾ 20:28 ഒരു സാധ്യതാ ഭാഗമാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പല ക്രൈസ്തവ സംഘടനകളും പോലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികളാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്നവരായി നമ്മൾ തീരണം. അത് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാവണം, നമ്മുടെ പാട്ടുകളിലൊക്കെ ഉണ്ടാവണം. സ്തോത്രം. കൺഫസിങ്, ഇറ്റ് ഷുഡ് ബി അവർ കൺഫെഷൻ who Jesus is, what he did for us. അതൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള ഏറ്റുപറച്ചിലുകൾ, പ്രഖ്യാപനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. നമ്മുടെ സഭകളിൽ അത്
കുറഞ്ഞപക്ഷം ഞായറാഴ്ചകളിലെങ്കിലും സഭ മൊത്തമായിട്ട് അത് വായിക്കുന്നതോ ഒരാൾ ചൊല്ലിക്കൊടുത്ത സഭ മുഴുവനും ഏറ്റുപറയുന്നതോ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒറ്റ ഭാഷയിൽ യോഗം നടക്കുന്ന സഭകൾക്ക് വളരെ നല്ലതാണത്. ഞങ്ങളുടെയൊക്കെ ഇടയിലാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടത്. പല ഭാഷക്കാരാ, കുറച്ചാളെ ഉള്ളെങ്കിലും ഒരു മിനി സ്വർഗമാണ്. 6 7 ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രയാസമായിട്ട് വരും. എന്നാൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനത്തിനിടയിൽ, അങ്ങനെയുള്ള സഭകളിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ എല്ലാ ആഴ്ചയും, എല്ലാ ഞായറാഴ്ചകളിലെങ്കിലും, അല്ലെങ്കിൽ മുഖ്യ സഭായോഗ ദിവസങ്ങളിൽ അത് ഏറ്റുപറയുന്നത് നല്ലതാണ്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും നമുക്ക് പലപ്പോഴും അറിയില്ലെന്നുള്ളതാ സത്യം. നാം എന്ത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നാം ഏറ്റുപറയേണ്ടതുണ്ട്. പ്രാർത്ഥനകളിൽ, പാട്ടുകളിലൊക്കെ, സഭായോഗങ്ങളിൽ അത് ഒരു ശുശ്രൂഷയുടെ ഭാഗമാക്കുന്നത് നന്നായിരിക്കുമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പലയിടത്തും ആ കാര്യം ഞാൻ പറയാറും പഠിപ്പിക്കാറുമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ യുവജന മീറ്റിങ്ങുകളിൽ, ഓരോ സഭകൾക്കും ഓരോന്നാണല്ലോ, IPCക്ക് PYPA, ചർച്ച് ഓഫ് ഗോഡിന് YPE, AGക്കാർക്ക് CA, ഷാരോൺകാർക്ക് CM, ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ സഭകൾക്കും പേര് വേറെയാണല്ലോ. സൺഡേ സ്കൂൾ, യുവജന മീറ്റിങ്ങുകൾക്കൊക്കെ. നമ്മുടെ ചർച്ചകളിലെ യുവജന മീറ്റിങ്ങുകളിൽ ഒരു പ്രോഗ്രാമായിട്ട് ഇത് കൊടുക്കണം. കുറഞ്ഞപക്ഷം അതാത് സഭാ സംഘടനകൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ, സൺഡേ സ്കൂളിന് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോട്ടെ, വീടുകളിൽ മാതാപിതാക്കളെങ്കിലും അത് ചെയ്യണം. യഹൂദന്മാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ അമ്മമാരാണ് വീട്ടിൽ പഠിപ്പിക്കേണ്ടിയിരുന്നത്. നമുക്കും അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം വേണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അത്രയ്ക്കും പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികൾ ക്രൈസ്തവ സഭാമണ്ഡലത്തിൽ പോലും ഉണ്ടെന്നുള്ളതാണ് സത്യം. അവരും ക്രൈസ്തവരെന്ന പേരിലാണ് നടക്കുന്നത്. പക്ഷേ ക്രൈസ്തവരല്ല, ക്രിസ്തു നിഷേധികളാണ്, ക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികളാണ്. അതിൻ്റെയൊക്കെ ഖണ്ഡനമാണ് നമുക്ക് ഈ ആദ്യത്തെ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, ദൈവത്വ നിഷേധ ഖണ്ഡനമാണ് നമുക്ക് ഈ പ്രത്യേകിച്ച് 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. വിശേഷാലും നമുക്കിവിടെ 8-ാമത്തെ വാക്യം മുതൽ അത് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. പാസ്റ്റർ, ഒരു ചോദ്യം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ദൈവമെന്ന് പറഞ്ഞ ഒരു സന്ദർഭം എപ്പോഴെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മുസ്ലിങ്ങൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്.
യേശുക്രിസ്തു അതിന് മറുപടിയായിട്ട് നമ്മൾ ചോദിക്കാറുള്ളത്, ക്രിസ്തു എപ്പോഴെങ്കിലും ദൈവത്വത്തെ നിഷേധിച്ചിട്ടുണ്ടോ? തൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. കൂടാതെ യേശുക്രിസ്തു, നമുക്കറിയാമല്ലോ, ദ 7 I am sayings, യേശുക്രിസ്തുവിൻ്റെ ഞാനാകുന്നുവെന്ന സപ്തപ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ക്രിസ്തു ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇവർ ഈ ചോദിക്കുന്നത് പോലെ ഞാൻ ദൈവമെന്നും പറഞ്ഞ് ക്രിസ്തു മുമ്പോട്ട് വരികയായിരുന്നില്ല. തന്നെ കേൾക്കുമായിരുന്ന ജനത്തിന് മനസ്സിലാകുന്നത് പോലെ യേശു തൻ്റെ ദൈവത്വത്തെ തെളിയിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങൾ തന്നെ ചിന്തിച്ചപ്പോൾ പറഞ്ഞത്. 4 ആൾ ചുമന്നുകൊണ്ട് വന്ന പക്ഷവാതക്കാരനോട് കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഇതെടുത്തു പറഞ്ഞിരുന്നു. ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം ക്രിസ്തു ജനങ്ങൾ കാണുക ഉപയോഗിച്ചു. ഓർമ്മയുണ്ടല്ലോ? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ ജനത്തിനത് പിടിയിട്ടില്ല. എന്നാൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ ശരി, എളുപ്പം ഏതാ? നമ്മളിക്കാര്യം അന്ന് ചിന്തിച്ചതായിരുന്നു. എളുപ്പം ഏതാ? പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുമെന്ന് പറയുന്നതാണോ? നിന്റെ കിടക്ക എടുത്ത് വീട്ടിൽ പോകുമെന്ന് പറയുന്നതാണോ? എന്നാൽ നിങ്ങളുടെ ചിന്തയിൽ കട്ടിയുള്ളത് തന്നെ പറയാം. കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞ് ഇവൻ അതെടുത്തോണ്ടൊരു പോക്ക് പോയി. അപ്പൊ പലരോടും കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അത് തന്നെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. ഒരു യഥാർത്ഥ യഹൂദനും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കും യേശുക്രിസ്തു ദൈവമാണെന്ന് ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ച ധാരാളം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒരെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗത്തുണ്ട്, യോഹന്നാൻ 20-ാമത്തെ അധ്യായത്തിൽ. അതും നമ്മൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നേരത്തെ ചിന്തിച്ചതാ. കർത്താവായ യേശുവിനെ തോമസ് ലീഹ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടു കഴിഞ്ഞപ്പോൾ സംബോധന ചെയ്തത് എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എന്നാണ്. യേശുക്രിസ്തു നിഷേധിച്ചില്ല. ഇങ്ങനെയുള്ള യഹൂദനോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യേശു തൻ്റെ ദൈവത്വത്തെ ധാരാളം പ്രാവശ്യം താൻ ദൈവമാണെന്ന് തെളിയിച്ച് സംസാരിച്ചു. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന്, ഞാൻ ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും.
ഇപ്പൊ ക്രിസ്തു തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അസേർട്ടൻ ചെയ്ത, തെളിയിച്ചു പറഞ്ഞ ധാരാളം സന്ദർഭങ്ങളുണ്ട്. ഒരു മുസ്ലിം ഇമാമിന് വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. വേദപുസ്തകത്തിന്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ, അതിൽ എല്ലാം മുന്തി നിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും ക്രിസ്തുവിന്റെ ദൈവത്വവുമാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്, യേശു ആരാധന സ്വീകരിച്ചത്, പാപങ്ങൾ ക്ഷമിച്ചത്, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ക്രിസ്തു തന്നെ വിളംബരം ചെയ്ത സംഗതികളാണ്. മുസ്ലിങ്ങൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിതിങ്ങനെ. അതുപോലെ യഹോവ സാക്ഷികൾ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വാക്യങ്ങൾ തന്നെ ദൈവമേ നിന്റെ സിംഹാസനം എന്നുള്ളതിന് യഹോവ സാക്ഷികൾ തർജ്ജമ ചെയ്യുന്നത് ഗോഡ് ഈസ് ദ ത്രോൺ ഓഫ് യു, ഗോഡ് ഈസ് യുവർ ത്രോൺ എന്ന, ഗോഡ് ഈസ് യുവർ ത്രോൺ. ബൈബിളിൽ തന്നെ ഈ ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് ജഹോവാസ് വിറ്റ്നസ്, യഹോവ സാക്ഷികൾ. അവര് നമ്മുടെ ബൈബിളിലെ തന്നെ വാക്യങ്ങളെ കൂട്ടിക്കളയുക, മിസ്ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8-ാമത്തെ വാക്യം. ഗാഡ് ഈസ് യുവർ ത്രോൺ എന്നാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓ ഗോഡ് യുവർ ത്രോൺ എന്നുള്ളത് ഗാഡ് ഈസ് യുവർ ത്രോൺ. ചില ഭാഗങ്ങൾ അവർക്ക് അങ്ങനെ മിസ്ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വയ്യാതെ വന്നപ്പോൾ ഇംഗ്ലീഷിൽ അവർ കാണിച്ച മറ്റൊരു കൃത്രിമമാണ് യേശുവിനെ ദൈവമെന്ന് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ ജി സ്മോൾ ലെറ്റർ കൊടുത്തു, സ്മോൾ ലെറ്ററിൽ ജി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ളവര് വേദപുസ്തകത്തിന്റെ ഭാഷ മനസ്സിലാകാതെയോ അല്ലെങ്കിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചോ ട്രാൻസ്ലേറ്റ് ചെയ്തോ പോലും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരായിട്ട് മാറുന്നു. എന്നാൽ വേദപുസ്തക വ്യാഖ്യാനത്തിന് ദൈവം നമുക്ക് അതിൻ്റെ നിയമങ്ങളും തത്വങ്ങളും തന്നിരിക്കുന്നത് കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു യഥാർത്ഥ യഹൂദനും ക്രിസ്ത്യാനിക്കും അത് മനസ്സിലാകും. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പോലും യേശുവിൻ്റെ അടുക്കൽ വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്നും ചോദിച്ചു പറഞ്ഞു വിട്ടപ്പോൾ യെസ് ഓർ നോയിൽ ഉത്തരം കൊടുക്കാതിരുന്നത്. രണ്ട്, യഹൂദന്മാരോട് യേശുക്രിസ്തു പൊതുവിൽ സംസാരിച്ചപ്പോഴൊക്കെയും കർത്താവ് എങ്ങനെയാ സംസാരിച്ചത്? ഉപമകളിലൂടെയാ. കാരണം അറിയാമല്ലോ.
മത്തായി 13-ാമത്തെ അധ്യായം. നമ്മുടെ ഇടയിൽ തന്നെ ആരും തോന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിത് പറഞ്ഞ, അത് മറ്റെവിടെയെങ്കിലും ആണോ? ഈ കഴിഞ്ഞിടയ്ക്ക് ഇതേ വാക്യങ്ങൾ നമ്മുടെ അടുത്ത് ഉദ്ധരിച്ചിരുന്നു. മാത്യു 13 അധ്യായമാണല്ലോ ഉപമകളുടെ അധ്യായം, ചാപ്റ്റർ ഓഫ് പാരബിൾസ്. 7 ഉപമകൾ ഈ അധ്യായത്തിലുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ ഉപമ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, ആലീസ് ആൻറ്റി. അതിൻ്റെ 10-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചോളൂ. മാത്യു 13:10 ഫോളോയിങ്. പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്നവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. മുമ്പോട്ട് വായിച്ചു. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. കർത്താവ് ഭൂമിയിൽ വന്ന സമയത്ത് യഹൂദന്മാരോടാണ് സംസാരിച്ചത്. പക്ഷേ പ്രവാചകന്മാരിലൂടെ, താഴെ യെശയ്യാ പ്രവാചകന്റെ വാക്യങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട് മത്തായി. പ്രവാചകന്മാരിലൂടെ തെളിവായ ഭാഷയിൽ അവരോട് സംസാരിച്ചിട്ട് അവരനുസരിച്ചില്ല. ദൈവം അവർക്ക് കൊടുത്ത മാനസാന്തരത്തിന്റെ സമയം അവരുപയോഗിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർ കേട്ടിട്ട്, അടുത്ത വാക്യങ്ങളിലൂടെ വായിച്ചു, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. ഉപമകളാൽ അവർക്ക് മനസ്സിലാകാത്തതുപോലെ കർത്താവ് അവരോട് സംസാരിപ്പാനുള്ള കാരണമാണിത്. തെളിവായ ഭാഷയിൽ അവരോട് സംസാരിച്ചിട്ട് അവരനുസരിച്ചില്ല. അതിനൊരു ശിക്ഷ എന്ന വണ്ണം കർത്താവ് അവരോട് നേരിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചില്ല. യോഹന്നാൻ സ്നാപകനോട് പോലും. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ ക്രിസ്തുവാണ്, ഞാൻ ദൈവമാണ് എന്ന് നേരിട്ട് വന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പ്രഖ്യാപനം നടത്താതിരുന്നത്. യേശു ക്രിസ്തുവാണെന്ന് ഒരർത്ഥത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർത്താവ് തന്നെ. ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോഴും പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. യഹൂദനറിയാം മശിഹ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അതുകൊണ്ടാ അവർ ചോദിച്ചത്, നീ ദൈവത്തിന്റെ ക്രിസ്തുവോ? ക്രിസ്തുവോ? അവരതറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. യേശു നേരിട്ട് അവർക്ക് മറുപടി കൊടുത്തില്ല. ദുരാത്മാക്കൾ അവനെ തിരിച്ചറിഞ്ഞപ്പോഴും മിണ്ടരുതെന്ന് പറഞ്ഞു. അവ എന്റർടൈൻ ചെയ്തില്ല.
അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും യേശു പറഞ്ഞു ആരോടും പറയരുതെന്ന്. കാരണം ഇന്ന ഇന്ന ലക്ഷണങ്ങളുള്ളവനാണ് മശിഹ എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് മനസ്സിലാകും. കാരണം യഹൂദ തിരുവെഴുത്തിന്റെ 3 ഭാഗങ്ങൾ: തോറ അഥവാ ന്യായപ്രമാണം, നബീം അഥവാ പ്രവാചക ഗ്രന്ഥങ്ങൾ, കെത്തൂബീം അഥവാ എഴുത്തുകൾ, സങ്കീർത്തനങ്ങൾ എന്ന് പൊതുവെ പറയുന്നു. ഈ 3ലും മശിഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മശിഹയുടെ ലക്ഷണങ്ങളെല്ലാം. അതുകൊണ്ടാണ് യേശു കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് നേരിട്ട് ഞാൻ ഇന്നയാളാണെന്നും പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്താതിരുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ വരവ് ഇസ്രായേലിൻ്റെ നിരന്തരമായ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ മത്സര സ്വഭാവം കൊണ്ട്, പാപസ്വഭാവം കൊണ്ട് അവർക്കൊരു ശിക്ഷാവിധിയും കൂടെ ആകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് രഹസ്യമായി ചോദിച്ചത്. അവർ അതിൻ്റെ ശരിയായ ഉത്തരം പറഞ്ഞപ്പോൾ കർത്താവ് ആനന്ദിച്ചതും, ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ അവരുടെ കണ്ണുകളിൽ അവരുടെ പാപം നിമിത്തം, മുൻകാല പാപങ്ങൾ നിമിത്തം ക്രിസ്തു മറഞ്ഞിരിക്കാൻ വേണ്ടി തന്നെ ഉപമകളാൽ പറയാതിരുന്നു. എന്നാൽ ഉപമകളിലൂടെ കർത്താവ് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അത് അവർക്ക് എന്നതുപോലെ ഇന്ന് ഈ പറയുന്ന ദുരുപദേശക്കാർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് വിശ്വാസത്തിൻ്റെ കൈക്കുമ്പിളിൽ സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. കൂടാതെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനുള്ള ഏറ്റവും വലിയ അടയാളം എന്തുവാ? യേശുവിനോട് അന്ന് ചോദിച്ചായിരുന്നല്ലോ ആൾക്കാരൊക്കെ, യഹൂദന്മാർ വന്നിട്ട്, സ്വർഗത്തിൽ നിന്നൊരു അടയാളം എന്താ ഞങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കട്ടെന്ന്. കർത്താവ് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? പകരം എന്തൊരടയാളമായിരിക്കും നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ തെളിവ് എന്തുവാ? അറിയാമല്ലോ. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ. ആ ഒരു അടയാളമാണ് യേശുക്രിസ്തു ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്നുള്ളതിന് മുഴു ലോകത്തിനും സംശയത്തിനിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി നൽകിയിട്ടുള്ളത്. റോമർ 1:4 നാം അത് വായിക്കുന്നു. വിശുദ്ധിയുടെ എടുത്തോ ആത്മാവ് സംബന്ധിച്ച്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലല്ല കർത്താവ് തൻ്റെ ദൈവത്വത്തെ
തൻ്റെ മശിഹാത്വത്തെയും അവതരിപ്പിച്ചത്. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ, എട്ടും പൊട്ടും തിരിയാത്ത ഈ ഗ്രാമീണരുടെയൊക്കെ ഇടയിൽ കർത്താവ് എന്തോ ഒരു അത്ഭുതങ്ങളൊക്കെയാ ചെയ്യുന്നേ. എന്നാൽ നമ്മുടെ ഇടയിലൊന്നും ദൈവം അങ്ങനൊരു അത്ഭുതം ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെങ്കാണൊക്കെ ഒന്ന് കർത്താവ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടേനേമല്ലോ. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന, കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം അതിനകത്ത്, ഈ എട്ടും പൊട്ടും തിരിയാത്ത ജനത്തിന് ചിലപ്പം പനിയോ കൊറോണയോ മുഴയോ ക്യാൻസറോ TBയോ വന്ധ്യതയോ ഒക്കെ മാറ്റിക്കൊടുക്കുന്നുണ്ട്. ശരി തന്നെയാ. അതൊക്കെ മാറ്റിക്കൊടുത്തിട്ട് യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നുണ്ട്. പാവങ്ങൾ അത് വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ അത്ര വലിയ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് നമ്മൾ പറയുന്നത് നമുക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്. അല്ല, അതല്ല സത്യം. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ ബുദ്ധിക്ക് തെളിവായി തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് ഗ്രഹിച്ച യേശുവിൻ്റെ ദൈവത്വത്തെ അറിയുന്നവരും മതി. രോഗം മാറിയിട്ട് യേശു ദൈവമാണെന്ന് വിശ്വസിക്കത്തക്കതുപോലെ ബൗദ്ധികമായി താണവരല്ല നമ്മൾ. എന്നാൽ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, ഇടവും വലവും തിരിച്ചറിയാത്ത, പാപവും പുണ്യവും തിരിച്ചറിയാത്ത, സ്വർഗവും നരകവും തമ്മിൽ തിരിച്ചറിയാത്ത ജനത്തിൻ്റെ മുമ്പിൽ യേശു ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പ്രസംഗിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അവർക്കതൊന്നും ഗ്രഹിക്കാൻ പ്രാപ്തിയില്ല. പിന്നെ അവർക്ക് ഗ്രഹിക്കാൻ ഇതാണ്, എൻ്റെ രോഗം മാറ്റി, അപ്പോൾ പിന്നെ ആള് വലിയ ആളാ. എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം തന്നു, അപ്പോൾ ദൈവമാ. എന്നാൽ ഇവര് തന്നെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഒരു പ്രാപ്തിയായി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കർത്താവ് യഹൂദന്മാരോട് ഞാനാണ് ക്രിസ്തു, ഞാനാണ് മശിഹ, ഞാൻ ദൈവമാണ് എന്നും പറഞ്ഞ് നേരിട്ട് തന്നെ അങ്ങനെ പരിചയപ്പെടുത്താഞ്ഞതിന് കാരണം ഇതാണ്. എന്നാൽ താൻ മശിഹയാണെന്ന്, ക്രിസ്തുവാണെന്ന്, ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്ന്, ദൈവത്തോട് തത്തുല്യനാണെന്ന് ഒത്തിരി കാര്യങ്ങളിലൂടെ കർത്താവ് ചെയ്തതിലൂടെയും പറഞ്ഞതിലൂടെയും തൻ്റെ ആളത്വത്തിലൂടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതുപോലെ അപ്പോസ്തലപ്രവൃത്തികൾ 17:31 ആ കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ അഥവാ ന്യായാധിപനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകലർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു. ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ, ഏറ്റവും പരമമായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ കാര്യത്തെ അരക്കിട്ടുറപ്പിക്കുന്ന വസ്തുതയാണ്. മറ്റൊന്നുമില്ലെന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക്
ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച സത്യത്തെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവായ മശിഹയായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി ക്രിസ്തുവായി വാഴുവാൻ അനുവദിച്ച് നമ്മെ തന്നെ അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുത്തി സ്തോത്രം. അവൻ്റെ നീതിയുള്ള രാജ്യത്തിൽ നാമും കാണപ്പെടേണ്ടതിനുള്ള ഒരുക്കത്തോടെ ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.